ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സ്നേഹനിധി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ തംബ്നെയിൽ ഇട്ട പോലെ തന്നെ ഞങ്ങളിപ്പോൾ ഉള്ളത് കൊച്ചിയിലാണ്. നമ്മൾ 2 ദിവസത്തിലായിട്ട് കൊച്ചിയിൽ ഷോപ്പിംഗ് നടത്തിയതിൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഡേ 1 ആണ്. അപ്പോൾ നമ്മളങ്ങനെ യൂഷ്വലി ഷോപ്പിങ്ങിനായിട്ട് എറണാകുളത്തേക്ക് നമ്മൾ ഒറ്റയ്ക്കുള്ളപ്പോൾ വരാറില്ല, ഏട്ടനൊക്കെ വരുമ്പോഴാണ് വരാറ്. അപ്പോൾ ഇന്ന് ഇപ്പം ഞങ്ങൾ വിചാരിച്ചു എപ്പോഴും തൃശ്ശൂരോ അല്ലെങ്കിൽ കൊടുങ്ങല്ലൂർ തന്നെയൊക്കെയാണ് ഞങ്ങൾ കൂടുതൽ ഷോപ്പ് ചെയ്യാറ്. കാരണം കൊച്ചിയിലെന്ന് പറയുമ്പോഴേക്കും നമുക്ക് കുറച്ച് ടെൻഷനാവും, ഒത്തിരി തിരക്ക് കൂടുതലാണ്, അപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് പോയി ശരിയാവില്ല എന്നുള്ളൊരു ഫീൽ കൊണ്ട് ഞങ്ങളങ്ങനെ എറണാകുളത്തേക്ക് ഷോപ്പിങ്ങിന് വരാറുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്തവണ എന്തായാലും ഞങ്ങൾ വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ നമ്മൾ ആദ്യം വന്നിരിക്കുന്ന ഗ്രാൻഡ് മാളിലോട്ടാണ് കേട്ടോ. ലുലുവിൽ എപ്പോഴും കയറുന്നതാണല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഗ്രാൻഡ് മാളിൽ കയറപ്പോൾ തിരക്കും കുറവുണ്ടാവും. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ വന്നപ്പോൾ ഫുൾ ക്രിസ്മസ് വൈബിലെല്ലാം സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഒരു എന്താ പറയുക, ഫോട്ടോ കോർണർ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്, നമുക്ക് കയറി നിന്ന് ഫോട്ടോ എടുക്കാൻ പാകത്തിന്. അത് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. കുട്ടികൾ അതിൽ കുറച്ച് നേരം കയറിയിട്ട് നമ്മൾ കുറച്ച് പിക്സ് എടുക്കുകയൊക്കെ ചെയ്തു. കയറുമ്പോൾ തന്നെ വലിയൊരു ക്രിസ്മസ് ട്രീ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ആദ്യമേ കയറുമ്പോൾ അവിടെ സ്റ്റൈൽ യൂണിയൻ എന്ന് പറയുന്ന ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയാണ് നമ്മൾ ഫസ്റ്റ് കയറിയത്. പിന്നെ നമ്മൾ കുറച്ച് കുർത്തീസ് അങ്ങനത്തെ, പിന്നെ മോൾക്ക് വേണ്ടി ചേച്ചിയുടെ മോൾക്ക് വേണ്ടി കുറച്ച് വെസ്റ്റേൺ വെയേഴ്സ് അങ്ങനത്തെയൊക്കെ നോക്കണമായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ കയറി. അപ്പം കയറി കുറച്ച് ഡ്രസ്സൊക്കെ ട്രൈ ചെയ്തു നോക്കി, പക്ഷെ ഒന്നും അങ്ങോട്ട് സെറ്റായില്ല. അപ്പം ഞാൻ 1-2 കോട്ട് സെറ്റൊക്കെ ട്രൈ ചെയ്തു. അപ്പം ഞാൻ ചേച്ചിയോട് പറയുകയാണ്, നേരത്തെ ഇതിന് മുന്നേ ഏട്ടനുള്ളപ്പം വന്നിരുന്നപ്പം നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ കയറിയിട്ട് നോക്കാമെന്ന് വിചാരിച്ചിരുന്നത്. പക്ഷേ അത് വിചാരിച്ച് വന്നിട്ട് അങ്ങനെ വലിയൊരു കളക്ഷനൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ മനസ്സിലുള്ള പോലത്തെ കേട്ടോ. അവിടെ ഡ്രസ്സില്ല എന്നല്ല, നമ്മൾ മനസ്സിൽ ഉദ്ദേശിച്ച മോഡലൊന്നും നേരത്തെ കണ്ടിരുന്ന മോഡൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഈ ഒരു കോട്ട് സെറ്റാണ് ട്രൈ ചെയ്ത് നോക്കിയത്. ഇതെനിക്ക് അത്രയും അങ്ങോട്ട് ഒരു കംഫർട്ടബിളായിട്ട് തോന്നിയില്ല. എൻ്റെ സൈസിന് എടുത്തപ്പം ഒരു അത്ര സുഖം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇതിൻ്റെ വലുതിടുമ്പോൾ ഓവർ സൈസ്ഡൊക്കെ വരുന്നത് കൊണ്ട് തന്നെ തൊട്ടടുത്ത സൈസ് എടുക്കുമ്പോൾ ഞാൻ കോട്ട് സെറ്റ് മോഡലായിരുന്നു നോക്കിയിരുന്നത്. പക്ഷേ ഇത് അത്ര കംഫർട്ടബിൾ അല്ലാത്തതുകൊണ്ട് നമ്മളത് അവിടെ വെച്ചു. പിന്നെ നമ്മൾ ട്രെൻഡ്സിലാണ് കയറിയത്. ട്രെൻഡ്സ് നമ്മുടെ കൊടുങ്ങല്ലൂരും ഉണ്ട്. അപ്പോൾ നമ്മൾ കൊടുങ്ങല്ലൂരത്തെ ട്രെൻഡ്സിലും മാക്സിലൊക്കെ നേരത്തെ നോക്കിയിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇവിടെയൊക്കെ ഏകദേശം ഒരേ ടൈമിൽ ഒരേപോലത്തെ തന്നെയായിരിക്കും എല്ലാ ഷോറൂമുകളിലും ഉണ്ടായിരിക്കുക. കാരണം കൊടുങ്ങല്ലൂരുണ്ടായിരുന്നതൊക്കെ തന്നെയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ടൊരു പുതുമയൊന്നും നമുക്ക് വേറെ സ്പെഷ്യലായിട്ട് തോന്നുന്നൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാനൊരു ആലിയ കട്ട് മോഡൽ ട്രൈ ചെയ്തു. അതൊട്ടും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ പറഞ്ഞാൽ കളറൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ അതിൻ്റെ പാട്ടിയാല പാൻസ് ആയിരുന്നു. പക്ഷേ അത് നമുക്ക് പലാസോയോടാണ് താല്പര്യം. അപ്പോൾ അതുകൊണ്ട് അതും അത്ര ഒരു സുഖം തോന്നിയില്ല. ആക്ച്വലി എനിക്കത് ഇഷ്ടപ്പെട്ടായിരുന്നു. നല്ല കളറൊക്കെ ആയിരുന്നു, നല്ല മെറ്റീരിയലും ഒക്കെ ആയിരുന്നു. പക്ഷേ എനിക്കിത്തിരി സൈസും കറക്റ്റ് ആയിരുന്നില്ല. പിന്നെ പാൻറ്റ് പട്ടിയാല മോഡലായിരുന്നു. അപ്പോൾ അത് നമുക്കത്ര കംഫർട്ടബിളായില്ല. അതിനിടയ്ക്ക് നമ്മൾ കുട്ടികൾക്കൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ നേരെ അവിടുത്തെ ലൈഫ് സ്റ്റൈലിലൊന്ന് കയറി. അവിടെയും എല്ലാം കറങ്ങി നോക്കി. എനിക്ക് താരതമ്യേന ബാക്കിയുള്ളയിടത്തേക്കാളും ഭയങ്കര റേറ്റ് കൂടുതലായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ ലൈഫ് സ്റ്റൈലിൽ. അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോൾ നമ്മൾ ട്രെൻഡ്സിലും ഇപ്പോൾ ആദ്യം കയറിയ ഷോപ്പിലെയൊക്കെ പോലത്തെ തന്നെ കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. എങ്കിലും നമ്മളൊരു സൽവാർ സെറ്റൊക്കെ നോക്കുമ്പോൾ ഭയങ്കര റേറ്റ് കൂടുതലാണ് ലൈഫ് സ്റ്റൈലിൽ. അപ്പോൾ നമ്മൾ അവിടെ 1-2 നോക്കി. അവിടുന്ന് ആദ്യമോനെ 1-2 ടീഷർട്ടൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ മാക്സിലും കൂടെ ഒന്ന് കയറാമെന്ന് വിചാരിച്ചു. മാക്സിലും നമ്മുടെ കൊടുങ്ങല്ലൂരുള്ള പോലത്തെ തന്നെ സെയിം കളക്ഷൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവിടെ നിന്നും അങ്ങനെ ഒന്നും ഇഷ്ടപ്പെട്ടില്ല. കാര്യം നമ്മുടെ ഇവിടത്തെക്കാളും വലിയ ഷോറൂം പോലെ തോന്നുന്നുണ്ടെങ്കിലും അവിടെയുള്ള കളക്ഷൻസ് എല്ലാം തന്നെ നമ്മുടെ കൊടുങ്ങല്ലൂരും ഉണ്ടായിരുന്നതായിരുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ ഇവിടെ കയറിയിട്ടുണ്ടായിരുന്നത് കൊണ്ട് നമുക്ക് അവിടെയുള്ളതും ഒന്നും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ നമ്മൾ കുട്ടികൾക്കുള്ളത്, നമുക്ക് വലിയവർക്കാണ് കേട്ടോ വാങ്ങിക്കാത്തത്. കുട്ടികൾക്ക് നമ്മൾ 1-2 ജോഡിയൊക്കെ വാങ്ങിച്ചിരുന്നു. പിന്നെ അവരെ ഇടിച്ച് നോക്കുന്നതും എല്ലാം നമ്മൾ തന്നെ ഉണ്ട്. എൻ്റെ വീഡിയോസൊന്നും എടുക്കാനായിട്ട് പറ്റിയില്ല. നമുക്ക് വലിയവർക്കുള്ളതൊന്നും അത്ര കറക്റ്റായിട്ട് കിട്ടിയില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇനി അവിടെയുള്ള കുറച്ച് ബൊട്ടീക്കിൽ നോക്കാം. അങ്ങനെ നമ്മൾ ഗ്ലോ എന്ന് പറയുന്നൊരു ഡിസൈനർ ബൊട്ടീക്കിൽ കയറി. അപ്പോൾ അവിടെയൊക്കെ നോക്കി കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ലഞ്ച് ടൈം ആയിട്ടോ. അപ്പോൾ നമ്മൾ ലഞ്ച് കഴിക്കാനായിട്ട് റെസ്റ്റോറൻറ്റിൽ വന്നു. അപ്പോൾ നമ്മളങ്ങനെ കഴിക്കാനായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ ഇന്നത്തെ ഫസ്റ്റ് ഡേ ഓഫ് വ്ളോഗിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉച്ചവരെയുള്ള കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. കാരണം ചേച്ചിയുടെ മൂത്ത ആൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആൾ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും നമുക്ക് വീട്ടിലേക്ക് തിരിച്ചെത്തണം. അപ്പോൾ നമ്മൾ ഒരു 3 മണി വരെയൊക്കെ ഷോപ്പ് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് പോവുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിൽ കയറി. അപ്പോൾ അടുത്ത ദിവസത്തെ നമ്മുടെ വ്ളോഗിൽ നമ്മളൊരു ടെമ്പിളിലും കൂടെ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ളൊരു ടെമ്പിളിൽ. അപ്പോൾ നമ്മളെല്ലാവരും നോമ്പ് നോക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വെജ് ഫുഡാണ് ഓർഡർ ചെയ്തത്.
പക്ഷെ സത്യം പറയട്ടെ, ഒന്നിനും കൊള്ളില്ലായിരുന്നു. അതായത് വെജ് ബിരിയാണി, സാദാ മീൽസ്, ഫ്രൈഡ് റൈസ്, ഈ 3 എണ്ണമാണ് നമ്മൾ വെജ് ഫ്രൈഡ് റൈസ് 3 എണ്ണമാണ് ഓർഡർ ചെയ്തത്. 3ഉം ഫ്ലോപ്പായിരുന്നു. അതെന്തുകൊണ്ടെന്നറിയില്ല. ഇതിന് മുന്നേ ഞാൻ ആ റെസ്റ്റോറൻറ്റിൽ കയറി നോൺ വെജൊക്കെ കഴിച്ചിട്ടുള്ളതാണ്. അടിപൊളിയായിരുന്നു. അങ്ങനെയാണ് നമ്മൾ വീണ്ടും ഇവിടെ കയറിയിട്ടുള്ളത് കേട്ടോ. നമ്മളതിന് മുന്നേ അവിടുന്ന് മന്തിയൊക്കെ കഴിച്ചപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പക്ഷേ വെജ് അവിടുത്തെ ഒരു സുഖം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് ആർക്കും ഒന്നും ഇഷ്ടപ്പെട്ടില്ല. എന്താണാവോ, എല്ലാ പച്ചക്കറിയൊക്കെ വേവിക്കാത്ത പോലത്തെ ഒരു ഫീലായിരുന്നു. പക്ഷേ ഞാൻ കുറ്റം പറയുകയല്ല. ബാക്കി നമ്മൾ നോൺ വെജ് ഇതിന് മുന്നേ അവിടെ കയറി കഴിച്ചിട്ടുണ്ട്. നല്ല ഫുഡുമാണ്, നല്ല സർവീസും ഒക്കെയാണ് കേട്ടോ. നല്ലൊരു ആംബിയൻസും നമുക്ക് എല്ലാ കാര്യങ്ങളും നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ടുള്ള ഹോട്ടലാണ്. നമുക്കങ്ങനെ വേറെ കുറ്റമൊന്നും പറയാം. പക്ഷേ ഇന്നത്തെ നമ്മുടെ ഫുഡ് മൊത്തത്തിൽ ഫ്ലോപ്പായിപ്പോയി. അപ്പോൾ എനിവേ നമ്മുടെ ഫസ്റ്റ് ഡേ ഓഫ് ഷോപ്പിംഗ് അവിടെ കൊണ്ട് തീരുന്നു. അപ്പോൾ നമുക്കിനി ഡേ 2 കാണാം. വെൽക്കം ബാക്ക് ടു ഡേ 2 ഓഫ് ഷോപ്പിംഗ് വ്ളോഗ്. സോ നമ്മുടെ 4:30 AM ആണ് നമ്മൾ മോർണിംഗ്. നമ്മൾ നേരെ പോകുന്നത് മാളയിലോട്ടാണ് കേട്ടോ. നമ്മുടെ ചേച്ചിയുടെ മൂത്ത ആൾ ലച്ചു ഇന്ന് ടൂറ് പോവാണ്. സ്കൂളിൽ നിന്ന് അവരുടെ +2ൻ്റെ ടൂറാണ്. അപ്പം നമ്മൾ നേരെ സ്കൂളിലേക്കാണ് പോയിട്ടുള്ളത്. സ്കൂളിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ടൂറ് പോകുന്ന ആൾ കേട്ടോ. ഇതാണ് നമ്മുടെ ടൂറ് പോകുന്ന ആൾ. അപ്പോൾ ആൾ കാറിൽ നിന്ന് ടാറ്റയൊക്കെ തന്നിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് പാരൻസിന് വേണ്ടി ഒരു മീറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ആൾ പപ്പയെ വിളിച്ച് പറയുകയാണ് പോയിട്ട് വരാമെന്നൊക്കെ. അപ്പോൾ അതൊക്കെ പറഞ്ഞ് നമ്മൾ ഹാപ്പി ആയിട്ട് അവളെ കൊണ്ടാക്കി. 3 സ്കൂൾ ബസ്സൊക്കെ ടൂറിസ്റ്റ് ബസ്സിലായിട്ടായിരുന്നു പോകുന്നത്. മാൾട്ടി ഇത്തിരി അൺഹാപ്പിയാണ്. ചേച്ചി പോകുന്നതിന് ചെറിയൊരു സങ്കടമൊക്കെ ഉണ്ട്. അതുവരെ വലിയ ആൾ കളിച്ച് നിന്നതാണ്. പക്ഷേ ചേച്ചി പോകുകയാണെന്ന് കണ്ടു കഴിഞ്ഞപ്പം ആൾക്ക് ചെറിയ സങ്കടമൊക്കെ ആയി. അപ്പോൾ നമ്മുടെ ലക്ഷ്മോളത് എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞിട്ട് ബസ്സിൽ കയറുകയാണ്. 3 ദിവസത്തെ ടൂറാണ് കേട്ടോ. അപ്പോൾ ഇനി ആൾ 3 ദിവസം കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ സീ ഒക്കെ തന്നിട്ട് ആൾ കയറുന്നു. ഹാപ്പി ആയിട്ട് സേഫായിട്ടും പോയിട്ട് വരട്ടെ. അപ്പോൾ നമുക്ക് സന്തോഷമുണ്ട്, അതുപോലെ തന്നെ ടെൻഷനുണ്ട്. എന്നാലും അവളുടെ ഹാപ്പിനെസ്സാണ് നമുക്ക് വലുത്. അപ്പോൾ ആൾ ഹാപ്പി ആയിട്ട് പോയിട്ട് വരാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അങ്ങനെ അവരുടെ ബസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഇവിടുന്ന് നേരെ കൊച്ചിയിലോട്ടാണ് കേട്ടോ പോകുന്നത്. നമ്മൾ ഇവിടുന്ന് നേരെ പോകാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം നമ്മളിനി വീട്ടിൽ പോയിട്ട് വീണ്ടും ഒത്തിരി ലേറ്റ് ആവും. അപ്പോൾ നമുക്ക് രാവിലെ പോയിട്ടുണ്ടെങ്കിൽ നേരത്തെ തിരിച്ചു വരാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ നമ്മൾ യാത്ര തുടർന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു മോർണിംഗ് 6 AM ഒരു എന്താ പറയുന്നത് വ്യൂ ആണ് കേട്ടോ. സ്കൈയുടെ ഒരു വ്യൂ ആണ്. എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര ഭംഗി തോന്നിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ഇത്തിരി ലെങ്ത്തായിട്ട് ഇട്ടിട്ടുള്ളത് കേട്ടോ. ഞങ്ങൾ കാറിൽ ഇരുന്നിങ്ങനെ പറയുമായിരുന്നു, എന്ത് രസമാണ് ഇങ്ങനെ. അതായത് വേറെ നമുക്ക് തടസ്സങ്ങളൊന്നും ഇല്ലാതെ ഫുൾ സ്കൈ ഇങ്ങനെ എൻ്റെ സ്കൈ കാണാം. കുറേ എടുത്ത് ബ്ലൂ, കുറേ എടുത്ത് ലൈറ്റ് ബ്ലൂ, കുറേ എടുത്ത് റെഡ്, യെല്ലോ, അങ്ങനെ ഒരു മിക്സപ്പ് ചെയ്തിട്ടുള്ള അതിൻ്റെ കൂടെ ഈ മരങ്ങളും പക്ഷികളും ഒക്കെ വന്നപ്പോൾ ഒരു പിക്ചർ വരച്ച പോലത്തെ ഒരു വ്യൂ ആയിരുന്നു. അടിപൊളിയായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നമ്മുടെ ചോറ്റാനിക്കര അമ്പലത്തിലാണ് കേട്ടോ എത്തിയിട്ടുള്ളത്. ചോറ്റാനിക്കര എന്ന് പറയുമ്പോൾ എനിക്ക് എപ്പോഴും എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു അമ്പലമാണ്. അപ്പോൾ ഏട്ടന് വരുമ്പോഴും എൻ്റെ വീട്ടിൽ ഞാനായിരിക്കുമ്പോഴും ഞാൻ ഏറ്റവും കൂടുതൽ വരാറുണ്ട്. ചോറ്റാനിക്കര പറ്റുമ്പോഴൊക്കെ വരാറുണ്ട്. പിന്നെ ഞങ്ങൾ ഒറ്റയ്ക്കാകുമ്പോൾ കുട്ടികളെയും കൊണ്ട് ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് വരണ്ടേന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വരാതിരുന്നിട്ടുള്ളത്. അപ്പോൾ ഇത്തവണ എന്തായാലും നമുക്ക് പോരാം എന്നൊരു വിചാരത്തിൽ ഞങ്ങൾ പോകുന്നു. നമ്മൾ സേഫായിട്ട് എത്തി. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തി. വൃശ്ചിക മാസം ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു. കാരണം അയ്യപ്പന്മാരുടെയൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തി വഴിപാടൊക്കെ കഴിക്കാൻ നിൽക്കുകയാണ്.
ദിവസമൊക്കെ നിന്നെങ്കിലും നമുക്ക് അത്യാവശ്യം നന്നായിട്ട് ദേവിയെ കാണാനും തൊഴാനും ഒക്കെ കാര്യങ്ങൾ വിചാരിച്ചൊക്കെ നടത്താനും ഒക്കെ സാധിച്ചു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് പോരുന്ന വഴിയാണ് കേട്ടോ. പോരുന്ന വഴിക്ക് നമ്മൾ കുറേ ചെടികളൊക്കെ കണ്ടു. അപ്പോൾ ചേച്ചിയുടെ വീട് പണി കഴിഞ്ഞിട്ട് നമ്മൾ ഗാർഡനൊന്നും സെറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടില്ല. അപ്പോൾ അവിടേക്ക് കുറച്ച് നമ്മൾ ചെടികൾ വാങ്ങിച്ചുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ കുറച്ച് റോസും കാര്യങ്ങളുമൊക്കെ നമ്മൾ വില ചോദിച്ചപ്പോൾ ഭയങ്കര റേറ്റ് ആയിരുന്നു കേട്ടോ പറയുന്നത്. കൊച്ചിയിലായതുകൊണ്ടായിരിക്കാം. എന്തായാലും നമ്മുടെ അവിടെ പറയുന്നതിനേക്കാൾ ഒരുപാട് റേറ്റ് വ്യത്യാസം ഉണ്ടായിരുന്നു. പിന്നെ റോസ മാത്രം കുറച്ച് നല്ലതായിട്ട് തോന്നി. അപ്പോൾ അതിൽ നിന്ന് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 2 കളർ യെല്ലോയും റെഡും ആണ് എടുത്തത്. അങ്ങനത്തെ അത് 2 മാത്രം വാങ്ങിച്ചിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ഷോപ്പിംഗ് റീസ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ മന്നത്തെന്ന് പറയുന്നൊരു ബൊട്ടീക്കിലാണ് ആദ്യമേ പോയത്. അപ്പോൾ നമ്മൾ കുറച്ച് റെഡിമെയ്ഡ് ആയിട്ടുള്ളത് നോക്കാമെന്നുള്ള ഒരു ഇതിലാണ് പോയത്. അവിടെ ഡിസൈനർ വെയേഴ്സും ഉണ്ട്. അതായത് നമുക്ക് ഡിസൈൻ ചെയ്ത് കസ്റ്റമൈസ് ചെയ്ത് എടുക്കാം. പിന്നെ മന്നത്തൊക്കെ എല്ലാവർക്കും ഭയങ്കര ഫെമിലിയർ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ 2nd ഫ്ലോറിലാണ് നമുക്ക് റെഡിമെയ്ഡും സാരീസൊക്കെ വരുന്നത്. അപ്പം നമ്മൾ അവിടെ പോയി. എനിക്ക് ഇവിടുത്തെ മെറ്റീരിയൽസ് ഭയങ്കര ഇഷ്ടമാണ്. ഐ മീൻ ഇവിടുത്തെ ബൊട്ടീക്കെന്ന് മാത്രമല്ല, ബൊട്ടീക്സിന് നമ്മുടെ സാധാരണ ടെക്സ്റ്റൈൽസിൽ കാണുന്നതിനേക്കാളും ഇത്തിരിയൂടെ നല്ല മെറ്റീരിയൽ, അതായത് തുണി നല്ലതായിരിക്കും. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നല്ല ഹെവി വർക്ക് ചെയ്തിട്ടുള്ള സൽവാർ സ്യൂട്ട് തൊട്ട് സിമ്പിളായിട്ടുള്ളതും ഉണ്ട്. പിന്നെ അതിൻ്റെ തന്നെ മെറ്റീരിയൽസ് നമുക്ക് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ മെറ്റീരിയൽ മാത്രമായിട്ട് കിട്ടും. പിന്നെ കൂടുതലും വൈറ്റ് കളറുകളും വൈറ്റിൻ്റെ പല ഷെയ്ഡുകളുമായിരുന്നു കൂടുതലുണ്ടായിരുന്നത്. ഞാനൊരു വൈറ്റിൻ്റെ ഫേവറേറ്റ് കളറേ അല്ല. ഐ മീൻ വൈറ്റ് വേറൊരാൾ ഇടുന്നത് ഇഷ്ടമാണ്, കാണാൻ ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് സ്വന്തമായിട്ട് ഒട്ടും ഇടാൻ ഇഷ്ടമില്ലാത്തൊരു കളറാണ് കേട്ടോ വൈറ്റ്. അപ്പം ഞാൻ കുറച്ചൊക്കെ നോക്കിയാൽ 1-2 എണ്ണം എനിക്ക് ഇഷ്ടപ്പെട്ടു തോന്നി. അപ്പോൾ നമ്മൾ പിന്നെ മെറ്റീരിയലാണ് നമ്മൾ ചൂസ് ചെയ്തത്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റുഡിയോയിലോട്ടാണ് വന്നത്. സ്റ്റുഡിയോയിൽ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ തൃപ്രയാറുള്ള സ്റ്റുഡിയോയിൽ ഈ അടുത്ത് തന്നെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ സെയിം കളക്ഷൻസ് ആയിരുന്നു. ചേച്ചിയുടെ മോൾക്ക് ടൂറ് പോകാൻ വേണ്ടി നമ്മൾ അവിടെ പോയി. തൃപ്രയാറുള്ള സ്റ്റുഡിയോ എന്നാണ് നമ്മൾ കുറച്ച് ഷോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഫസ്റ്റ് ഡേ ഓഫ് ഷോപ്പിങ്ങിന് വന്നപ്പോൾ അവൾ കൂടെ ഇല്ലാത്തതുകൊണ്ട് അവൾക്ക് വാങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ തൃപ്രയാറത്തെ സ്റ്റുഡിയോ പോയിട്ടാണ് അവൾക്കുള്ള ഡ്രസ്സൊക്കെ വാങ്ങിയിരുന്നത്. അവൾ സൈഡിൽ കിടക്കുന്ന ഗ്രീൻ ഡ്രസ്സിൽ വെച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെയിം അവിടുത്തെ തന്നെ സെയിം ഡ്രസ്സുകളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ എനിക്കതുകൊണ്ട് വലിയ ഇതൊന്നും തോന്നിയില്ല. അപ്പോൾ ആസ് യൂഷ്വൽ എൻ്റെ കണ്ണ് പോകുന്ന ഫുഡ് വെയർസിലോട്ടാണ്. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് ഈ ഒരു സാൻഡിൽ ട്രൈ ചെയ്ത് നോക്കി. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ലൊരു ലുക്കുള്ള ഒരു ചെരുപ്പായിരുന്നു. പിന്നെ നമ്മുടെ ആസ് യൂഷ്വൽ എന്നത്തെ പോലെ തന്നെ പിന്നെ ഞാൻ നേരെ പോകുന്നത് ബാഗിലോട്ടായിരുന്നു. ഈ ഒരു സ്ലിംഗ് ബാഗ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ലെതർ മെറ്റീരിയലിൻ്റെ ആയിരുന്നു. സിമ്പിളായിട്ടുള്ള ബ്ലാക്കിലാണ്. നല്ല രസമുണ്ടായിരുന്നു. ഇങ്ങനെ ക്യാരി ചെയ്യാനായിട്ടും സൈഡിൽ സ്ലിംഗ് ആയിട്ട് ഇടാനായിട്ടും നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ലൊരു ബാഗ്. ആദ്യമോൻ അതിൽ അമ്മേനെ കൊണ്ട് നടന്ന് വട്ട് പിടിപ്പിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഈ ഫുഡ് കഴിക്കാൻ വേണ്ടി റെസ്റ്റോറൻറ്റ് കയറിയിട്ടുണ്ട്. നല്ലൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു കേട്ടോ. നമ്മൾ വരാപ്പുഴയുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് കയറിയത്. കഴിക്കാൻ വിശപ്പ് തീരെ ഇല്ലായിരുന്നതുകൊണ്ട് ഫുഡ് വന്നതും കഴിച്ചതൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നേരെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ 2 days ഓഫ് ഷോപ്പിംഗ് ഇൻ കൊച്ചി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതാണ്. അതുവരേക്കും എല്ലാവർക്കും സീ യു, ടാറ്റ, ബൈ.